ഓണക്കാലത്തെ തീന്മേശയിലെ പ്രധാനപ്പെട്ട ആളാരാണ്? ഊണാണോ, സാമ്പാറാണോ, പായസമാണോ? ഇവരെല്ലാം പ്രധാനപ്പെട്ടതാവണമെങ്കിൽ അതൊക്കെ മേലെ ഒരാൾ വരണം. അയാളെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന്. ഇത് വാഴയില. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ ഒന്നാണിത്. മുമ്പൊക്കെ ഇത് ചെറിയ വിലക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നല്ല പണം കൊടുക്കണം. ഈ വാഴയിലക്കും ചിലത് പറയാനുണ്ട്, അതൊന്ന് കേട്ടു നോക്കിയാലോ? സൂക്ഷിച്ചു നോക്കണ്ട, ഞാൻ തന്നെയാണ് വാഴയില. പൊതിച്ചോറ് കിട്ടുന്ന റീൽസുകളിൽ നിങ്ങൾ ചോറും ചമ്മന്തിയും മുട്ടയും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കാറില്ല. എനിക്കന്ന് ഡിമാൻഡില്ലായിരുന്നു. ഓണക്കാലമാണ്, ഇപ്പോൾ എന്റെ ഡിമാൻഡ് കൂടി. ഓണത്തിന് മുൻപ് വന്നിട്ട് ഒരു കെട്ട് വാഴയിലേക്ക് 800 രൂപ, 700 രൂപ, 500 രൂപ ആ റേഞ്ചിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓണത്തിൻ്റെ സീസൺ ആയതിനു ശേഷം 3000, 3500 രൂപയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം വില കൂടുതലാണ് കഴിഞ്ഞ വർഷത്തേക്കാളും. ഇന്നലെ വരെ 17,000, ഇന്ന് 20 രൂപയാണ് ഒരു ഇലയ്ക്ക്. സത്യ ഇല തന്നെ കഴിക്കണം, പൈസ കൂടിയാലും ഇല തന്നെയല്ല കഴിക്കണം, അതല്ലേ അതിൻ്റെ ഒരു ഗുണം. കഴിഞ്ഞ ആഴ്ച വരെ എന്റെ വില 5 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് റിച്ചാണ്. 20 രൂപ കൊടുക്കണം എന്നെ കിട്ടാൻ. ഓണക്കാലത്ത് ഞാനില്ലാതെ നിങ്ങൾക്ക് പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ കടകളിൽ വെട്ടുകൊണ്ടും കുത്തുകൊണ്ടും മൂലക്കിരിക്കുകയാണ്. മുമ്പത്തെ പോലെ ആരും അങ്ങോട്ട് വരുന്നില്ല എന്നെ വാങ്ങിക്കാൻ. കോളേജുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലുമൊക്കെ ഓണാഘോഷം തുടങ്ങിയതോടെയാണ് എന്റെ വില കുത്തനെ ഉയർന്നത്. ഒന്നിച്ചു വാങ്ങുന്നവർക്ക് 15 രൂപ നിരക്കിലാണ് എന്നെ നൽകുന്നത്. ഇതിൽ കുറവ് വാങ്ങുന്നവർക്ക് 20 രൂപയും. 200 എണ്ണമുള്ള ഒരു കെട്ട് 3000 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്നും വാങ്ങിയാൽ അതിൽ 50 എണ്ണം കേടായിരിക്കുമെന്നും കച്ചവടക്കാർ പറയുന്നു. മാറി മറിയുന്ന കാലാവസ്ഥ കർഷകരെ പ്രതികൂലമായി ബാധിച്ചെന്നും കച്ചവടക്കാർ പറയുന്നു. തമിഴ്നാട്ടിൽ വരുന്നത് അവിടെ കല്യാണങ്ങൾ കൂടുമ്പോൾ ഇവിടെ വില കൂടും. ഇതൊരു 3-4 ദിവസത്തേക്ക് കാട്ടില്ല. വില കൂടിയാണ്, കച്ചവടം കുറവാണ്. അവിടെ സാധനം കുറവ് തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, കാവൽക്കിണർ, മധുര, തിരുനെൽവേലി എന്നിവിടങ്ങളിലെ വലിയ തോട്ടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് എന്നെ എത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ കർഷകരാണ് ഓണക്കാലത്ത് വില ഉയർത്തുന്നതെന്നാണ് ചാലയിലെ കച്ചവടക്കാർ എന്നെ കുറിച്ച് പറയുന്നത്. ഇതിനൊരു ആഗ്രഹമുണ്ട്, ഓണക്കാലം കഴിഞ്ഞാലും ഡിമാൻഡ് കുറയരുതെന്നാണ്. പക്ഷേ മലയാളികൾ അത്രയും വലിയ ഡിമാൻഡ് ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാത്തിൻ്റെയും വില കൂടുന്നത് പോലെ വാഴയിലയുടെയും വില കൂടിയാൽ മലയാളികൾ എന്ത് ചെയ്യും? ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം ഷബ്ന ഷെറിൻ, മീഡിയ 1, തിരുവനന്തപുരം.